അസ്സലാമലൈക്കും മുത്തുമണികളെ. ഇന്ന് വൈകുന്നേരത്തെ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണം വിചാരിക്കണം. നമുക്കും അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. കാക്കൂൻ്റെ അമ്മക്ക് സുഖമല്ല, അത് കാരണം ആസ്പത്രിയിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി കൊണ്ട് ഇന്ന് രാവിലെ അല്ലാതായി. വയസ്സായതല്ലേ, അപ്പോൾ ഇതിൻ്റെ അടക്കം തന്നെ ഒന്ന് പോയിട്ട് വരണമെന്ന് ഉദ്ദേശിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാത്രിയാകുമ്പോൾ പോകാൻ ഒരു 6 മണിയാകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള ലൈവ് കുറച്ച് നേരം ഉണ്ടാവുള്ളൂ, 1 മണിക്കൂറേ ഉണ്ടാവുള്ളൂ. അപ്പോൾ രാവിലത്തെ ലൈവിലുണ്ടാകും. അവിടെ ചെന്നാൽ 2 ദിവസം ഞങ്ങൾ ആസ്പത്രിയിലേക്കാരും ഇച്ചുകൊണ്ട് യാതൊരു സമാധാനമില്ല. 2 ദിവസം ഞങ്ങൾ ആസ്പത്രിയിൽ ഉണ്ടാവും ഉമ്മാൻ്റെ അടുത്ത്. അപ്പോൾ അവിടുന്ന് വീഡിയോസ് ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും ഞാൻ സോഴ്സ് വീഡിയോസ് കൂടെ അവിടുന്ന് അവിടുത്തെ ഇത് കാണിച്ച് തരേണ്ടത്. പുറത്ത് കൂടെ ഉള്ളത് അകത്ത് രോഗികൾ കിടക്കണമെന്ന് ഞാൻ കാട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് ഉമ്മാൻ്റെ വീഡിയോ ഞാൻ എടുക്കാമെന്ന് തന്നെ എനിക്കത് മനസ്സ് തോന്നിയില്ല ആ വീഡിയോ എടുക്കാൻ. കാരണം ഉമ്മാക്ക് അത്രക്കും വയ്യാതെ കിടക്കുക. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ എടുത്ത് പുറത്തിടാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോവുകയാണ്. 2 ദിവസം, ചിലപ്പോൾ നാളെയും മറ്റന്നാളും ഒരു പക്ഷേ ലൈവ് ഇടാൻ പറ്റില്ല. ഞാൻ പോസ്റ്റ് ഇടുന്നുണ്ട്. അമ്മക്ക് തീരെ സുഖമല്ല. അപ്പോൾ അത് കാരണം ആസ്പത്രിയിൽ അഡ്മിറ്റാണ്. ഇനിയിപ്പോൾ 2 ദിവസം ഞങ്ങൾ അവിടെ ഉണ്ടാകും ഇൻഷാ അല്ലാ. അള്ളാഹു വേറെ ഒരു കുഴപ്പമില്ലാതെ എത്രയും പെട്ടെന്ന് എൻ്റെ ഉമ്മക്ക് ശിഫയാക്കി കൊടുക്കട്ടെ. ആർക്കും ഒരു വാക്കുകൊണ്ട് പോലും ഒരു എതിർത്ത് പറയാത്തൊരുമ്മയാണ്. കാരണം എനിക്ക് അമ്മായിമ്മയാണെങ്കിലും ഉമ്മാൻ്റെ സ്ഥാനമാണ്. അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് 2 ദിവസം നിന്നേ പറ്റുള്ളൂ. അപ്പോൾ 2 ദിവസം നിൽക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഉമ്മാനെ കാണിച്ചിരുന്നതല്ല, കുറേ വീഡിയോസ് കൂടെ ഉമ്മാനെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് ഉമ്മ കടക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഉമ്മാൻ്റെ വീഡിയോ ഞാൻ സോഴ്സായിട്ടോ അതായിട്ടോ എടുക്കാത്തത്. കാരണം എനിക്ക് എൻ്റെ മനസ്സാക്ഷി സമ്മതിക്കണില്ല ഉമ്മാനെ ആ വീഡിയോസൊക്കെ ഉണ്ട്. ഉമ്മാൻ്റെ ഇത് വെറും എല്ലാം തൂലിയിക്കണം. ഉമ്മ ആദ്യം തന്നെ ഇല്ല തീരെ. ഇപ്പോൾ തീരെയല്ല, കഴിഞ്ഞ ഒരു കൊല്ലത്തോളമൊക്കെ ആയിട്ട് തീരെ ഭക്ഷണം വേണ്ട. ഭക്ഷണം എന്ന് പറയുന്ന സാധനം തന്നില്ല. നാക്ക് കഴിച്ചാണ്. എനിക്ക് വേണ്ട. അള്ളാഹിൻ്റെ ദുനിയാവിലെ ആഹാരങ്ങൾ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. അതാണ് എനിക്ക് ആഹാരത്തോട് ഇത്തര വെറുപ്പ്. നമ്മൾ കൊടുത്ത 1 ഗ്ലാസ് പാല് തിളപ്പിച്ച് പഞ്ചസാര ചെറിയ മധുരമിട്ട് കൊടുത്താൽ എപ്പോഴെങ്കിലും തോന്നുമ്പോൾ അത് നമ്മൾ മൂടി വെച്ചാൽ തോന്നുമ്പോൾ നീച്ചെടുത്തിട്ടാണ് കുടിക്കും. അല്ലാതെ ആഹാരങ്ങളൊന്നും ഇപ്പം അങ്ങനെ തിന്നലില്ല. നാക്ക് കഴിക്കുകയാണ്. എനിക്ക് ആഹാരം വേണ്ടാറ്. നല്ല ആഹാരങ്ങൾ തന്നെയാണ് കൊണ്ടേ കൊടുക്കണതും മക്കളുണ്ടാക്കി കൊടുക്കണതൊക്കെ. എല്ലാവരും മരുമക്കളും മക്കളും എല്ലാവരും ഉണ്ട്. പക്ഷേ ആഹാരം വേണ്ട, ആഹാരം അങ്ങോട്ട് ഇറങ്ങണില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ആ കാര്യം പറയാൻ അമ്മനോട് പറഞ്ഞിരുന്നത്. അപ്പോൾ ഡോക്ടർ ഇത്രയും മരുന്നൊക്കെ കുടിച്ചതിൻ്റെയാണ് ആ നാക്കിൻ്റെ കയ്പൊക്കെ വരുന്നത്. അത് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ എന്തെങ്കിലും കുറച്ച് തിന്നാൻ പറയാം. അപ്പോൾ ഡോക്ടറോട് പറയാത്ര അങ്ങോട്ട് ഇറങ്ങണ്ടേ ഡോക്ടറെ, അതങ്ങോട്ട് ഇറങ്ങിയാലല്ലേ ആകുള്ളൂ എന്ന്. അപ്പോൾ ഭക്ഷണം തീരെ കുറവാണ്. ഇപ്പോൾ ഗ്ലൂക്കോസ് കയറ്റൊന്നും ഇപ്പോൾ ഇന്ന് രാവിലെ കൊണ്ടുപോയിട്ടുണ്ട്. ഇതിലിടക്ക് 2 പ്രാവശ്യമായി. ഇപ്പോൾ ആദ്യം 1 പ്രാവശ്യം കൊണ്ടുപോയി ഒരു 3-4 ദിവസം അഡ്മിറ്റാക്കി. അന്ന് പിന്നെ ഞങ്ങൾ പോയില്ല. അപ്പോൾ ഇപ്പോഴും അഡ്മിറ്റാണ്. അപ്പോൾ ഞങ്ങൾ ഏതായാലും ഇന്ന് പുറപ്പെടുകയാണ്. ഉമ്മാൻ്റെ അടുത്ത് 2 ദിവസം പോയി നിൽക്കട്ടെ. ഞാനും പൊടിക്കാക്കും കൂടി 2 ദിവസം പോയി ഉമ്മാൻ്റെ അടുത്ത് നിൽക്കട്ടെ. എന്നിട്ട് പിന്നെ വരാം. 2 ദിവസം ചിലപ്പോൾ ലീവിന് എനിക്ക് ലീവ് വയ്ക്കാരം. കാരണം ഉമ്മാൻ്റെ അടുത്ത് നിൽക്കൽ എൻ്റെയും കൂടെ കടമയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ മരുമക്കളുണ്ട് അവിടെ, 3-4 മരുമക്കളുണ്ട്, 3-5 മക്കളുണ്ട്. ഞാൻ പറയില്ല, 10 മക്കളിൽ 1 മാത്രമേ ഉമ്മാക്ക് പോയിട്ടുള്ളൂ, മൂത്ത മകൾ. ബാക്കി 5 ആണുങ്ങളും 4 പെണ്ണുങ്ങളും ഉണ്ട്. അപ്പോൾ ബാക്കി മരുമക്കളും ഉണ്ട്. എല്ലാവരും വരുന്നുണ്ട്, എല്ലാവരും നോക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മുടേതായ ഭാഗം, ഞാനും പൊടിക്കാക്കൊൻ്റെ ഏറ്റവും ഭാഗമുള്ളത് നമ്മളൊന്ന് പോകണമല്ലോ. അപ്പോൾ അങ്ങനെ പോയി 2 ദിവസം നിൽക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് വൈകുന്നേരത്ത് ഞാൻ പുറപ്പെടും. അപ്പോൾ വൈകുന്നേരത്ത് 1 മണിക്കൂറേ ലൈവ് ഉണ്ടാകുള്ളൂ. രാത്രി ലൈവ് ഞാൻ വണ്ടിയിലിരുന്ന് ചെയ്യാൻ പറ്റിയാൽ ഞാൻ ചെയ്യാം. ട്രെയിനിലാണ് നിലമ്പൂർ പോയിട്ടാണ് കയറുന്നത്. കാരണം എന്താ വെച്ചെങ്കിൽ ഇവിടുന്ന് പട്ടിക്കാട്ടിൽ നിന്ന് ഇപ്പം ഇന്ന് രാവിലെ പെട്ടെന്ന് ഫോൺ വന്നപ്പോൾ ഞങ്ങൾ പോകാതിരുന്നില്ല. അപ്പോൾ ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല. നിലമ്പൂർ പോയാലേ നമുക്ക് സീറ്റ് കിട്ടുള്ളൂ. പട്ടിക്കാട്ടിൽ നിന്നൊന്ന് കയറിയാൽ നിന്നിട്ട് പോകേണ്ടി വരും. അപ്പോൾ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോൾ ഞങ്ങൾ നിലമ്പൂർ പോയിട്ട് അവിടെ നിന്നാണ് വണ്ടി കയറുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇരുന്ന് ലൈവ് ഇടാൻ പറ്റും കുറച്ച് നേരമൊക്കെ. കാരണം വണ്ടി 1 മണിക്കൂർ കഴിഞ്ഞിട്ട്, ഞങ്ങൾ അവിടെ എത്തി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വണ്ടി എടുക്കുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഇടാം, ലീവ് ഇടാം. അപ്പോൾ നാളെയും മറ്റന്നാളും ഒരു പക്ഷേ ലീവായിരിക്കും. ഞാൻ പോസ്റ്റ് ഇടുന്നുണ്ട്. എല്ലാവരും മുഹമ്മോൾ അവരെല്ലാവരും പറിച്ചിട്ടുണ്ട്. ഇടാൻ പറ്റിയില്ലെങ്കിൽ പോസ്റ്റ് ഇടണേന്ന് പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോസ്റ്റ് ഇടുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ വൈകുന്നേരത്തെ ഞങ്ങൾ കയറും. ആ വിവരം പറയുകയാണ് നിങ്ങളോട് കേട്ടോ. അസ്സലാമു അലൈക്കും.